സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹൈദരാബാദിലെ മൽക്കാജിഗിരി എന്ന ടൗണ് രാത്രി 2 മണിയോട് കൂടിയിട്ട് സുന്ദരിയായ 50 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു യുവതി ചുരിദാറൊക്കെ ഇട്ട് നല്ല വേഷത്തിൽ അവിടെ ഇങ്ങനെ നിൽക്കുമ്പോഴേ ഒരുപാട് പേര് വന്നിട്ട് അവരോട് ചോദിക്കുകയാണ് എത്രയാണ് റേറ്റ്, കൂടെ വരുന്നുണ്ടോ, അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അടുത്ത് റൂമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാഗ്ദാനങ്ങളും പിന്നെ എത്ര പൈസ വേണമെങ്കിലും തരാമെന്ന് പറഞ്ഞിട്ട് ഒരു കൂട്ടം മധ്യവയസ്കന്മാർ അങ്ങനെ അവരൊക്കെ ചോദിക്കുന്നു. ചില ആൾക്കാർ അവിടെ നിന്ന് ഇങ്ങനെ ബൈക്കിൽ ഇങ്ങനെ ചുറ്റിക്കറങ്ങുന്നു. ആൾക്കാർ കാണുന്നുണ്ട് എന്ന് തോന്നിയപ്പോൾ ചില ആൾക്കാരൊക്കെ അവിടെ നിന്ന് മുങ്ങാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. വലിയ വലിയ കാറുകളിൽ വന്ന ആൾക്കാർ കൂടി ചോദിച്ചപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ യുവതി ഞെട്ടി എന്നുള്ളതാണ്. പക്ഷെ ഇവർക്കുള്ള സമ്മാനങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു കൂട്ടം പോലീസുകാർ വേഷം നിൽക്കുന്നുണ്ട്. അവരുടെ അടുത്തേക്കാണ് പിന്നെ ഇവർ പോകുന്നത്. അവരെല്ലാവരെയും പിടികൂടുകയാണ്. ഏകദേശം 2 മണിക്കൂറിനുള്ളിൽ 40 പേരെയാണ് പിടികൂടിയത്. ഈ 40 പേരെ പിടികൂടിയപ്പോഴേ അവർ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൽ വിദ്യാർത്ഥികളുണ്ട്, അതുപോലെ തന്നെ യുവാക്കളുണ്ട്, ഉയർന്ന ഉദ്യോഗസ്ഥരായ മധ്യവയസ്കരുണ്ട്, പിന്നെ നല്ല രീതിയിൽ കുടുംബമായിട്ട് ജീവിക്കുന്ന പകൽ മാന്യന്മാരുണ്ട്, രാഷ്ട്രീയ നേതാക്കളുണ്ട്. ഇവരെല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി കാലങ്ങളിൽ ഇതുപോലെ നിൽക്കുന്ന സ്ത്രീകളെ അന്വേഷിച്ച് വന്നിരിക്കുന്നവരാണ്. ഏതായാലും ആ യുവതിയെ ചുറ്റിപ്പറ്റി വന്ന 40 പേരെയും പിന്നീട് എന്ന് പറഞ്ഞാൽ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു. അവരുടെ ID കാർഡൊക്കെ പരിശോധിച്ചപ്പോഴാണ് ഞെട്ടിപ്പോയത്. എല്ലാവരും സമൂഹത്തിൽ ഉന്നതയിലുള്ളവരാണ്. അതുമാത്രവുമല്ല ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബമായിട്ട് ഭാര്യയായിട്ടൊക്കെ ജീവിക്കുന്നവരാണ്. അങ്ങനെ ജീവിക്കുന്നവന്മാരാണ് രാത്രി മദ്യപിച്ച് അതുപോലെ കഞ്ചാവ് പോലെയുള്ള ലഹരികൾ ഉപയോഗിച്ച് സ്ത്രീകളെയും അന്വേഷിച്ചിറങ്ങിയിരിക്കുന്നത്. അങ്ങനെ 40 പേരെ 2 മണിക്കൂർ കൊണ്ട് 40 പേരെ പിടികൂടുകയും പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയും പിന്നീട് ആ യുവതിയെ കണ്ടപ്പോഴേ 40 പേരും ശരിക്കും പറഞ്ഞാൽ ബോധം കെട്ടുപോയി എന്നുള്ളതാണ്. വേറെ ആരുമല്ല, അവിടെയുള്ള സിറ്റി പോലീസ് കമ്മീഷണറായ സുനിത എന്ന് പറയുന്ന ഓഫീസറായിരുന്നു അത്. അവരെ കണ്ടപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ ഇവരുടെ എല്ലാവരുടെയും ബോധം പോയിന്. പിന്നീട് അങ്ങോട്ടെന്ന് പറഞ്ഞാൽ കരച്ചിലും മാപ്പ് പറച്ചിലും അയ്യോ ഒരു അബദ്ധം പറ്റിയതാണ് എന്ന് പറഞ്ഞിട്ടുള്ള കൂട്ടക്കരച്ചിലുകളാണ്. ഏതായാലും ഇവരോടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോഴും നോക്കുക പല ആൾക്കാർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ ലഹരി ഉപയോഗം തന്നെയാണ്. ലഹരി മദ്യപാനം ഇതൊക്കെ ചെയ്തതിന് ശേഷമാണ് ഇവർക്ക് ഇതിനോടുള്ള ആർത്തി വരുന്നത്. അപ്പോൾ തന്നെയാണ് വണ്ടിയും എടുത്ത് നേരെ വെളിയിലേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ സ്ത്രീ സുരക്ഷയെ പറ്റിയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കമ്മീഷണറും അതുപോലെ തന്നെ എന്ന് പറഞ്ഞ ഒരു കൂട്ടം പോലീസുകാരെയും കൂട്ടി നടത്തിയ ഒരു ഓപ്പറേഷനിലാണ് 40 പേരോളം പിടിയിലായത് എന്നുള്ളതാണ്. ഇതിനു മുന്നേ 25 വർഷങ്ങൾക്ക് മുമ്പ് ഇതേ സ്ത്രീ തന്നെ ഇതേ ഉദ്യോഗസ്ഥ തന്നെ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ചിട്ടും ഇതുപോലെ ഒരു ഓപ്പറേഷൻ നടത്തുകയും അതിലെന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് പിടിയിലായിട്ടുമുണ്ട്. അതായത് ഒരു നഗരത്തിൽ സ്ത്രീകൾക്ക് എത്രമാത്രം സുരക്ഷയുണ്ട്, ഒരു സുരക്ഷയുമില്ല എന്ന് തെളിയിക്കുന്നതാണ് ഈ ഒരു സംഭവം. പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ നിൽക്കുന്ന ഒരുപാട് സ്ത്രീകളുമുണ്ട്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പല ബസ് സ്റ്റാൻഡുകൾ കേന്ദ്രീകരിച്ചും പിന്നെ എന്ന് പറഞ്ഞാൽ പല ടൗണുകൾ കേന്ദ്രീകരിച്ചും റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ചും ഓവർ ബ്രിഡ്ജ് കേന്ദ്രീകരിച്ചും ഇതുപോലെയുള്ള സംഘങ്ങളുണ്ട്. അതിലെന്ന് പറഞ്ഞാൽ സ്ത്രീകളുണ്ട്, പിന്നെന്ന് പറഞ്ഞാൽ ട്രാൻസുകളായിട്ടുള്ള വ്യക്തികളുണ്ട്, പിന്നെന്ന് പറഞ്ഞാൽ പുരുഷ വീശികളുണ്ട്. എല്ലാ തരത്തിലെന്ന് പറഞ്ഞാൽ രാത്രിയാകുമ്പോഴാണ് ഇങ്ങനെ ഇറങ്ങുന്നത്. അപ്പോൾ ഒരു സിറ്റിയിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും കാണാം. ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയത്തോടു കൂടി മാത്രമേ സിറ്റിയിൽ സഞ്ചരിക്കാൻ കഴിയുകയുള്ളൂ. ഇതിപ്പോഴും ആന്ധ്രയുടെ അല്ലെങ്കിൽ ഹൈദരാബാദിൻ്റെ മാത്രം കാര്യമല്ല. ഇത് കേരളത്തിലായി കഴിഞ്ഞാലും രാത്രി കാലങ്ങളിൽ ഒരു ബസ് സ്റ്റാൻഡിലോ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഇതുപോലെ ചോദ്യങ്ങളുമായിട്ട് ചിലപ്പോൾ ചോദിക്കത്തില്ല, എന്നാലും ഒരു നോട്ടത്തോടു കൂടിയെങ്കിലും ഒരു കൂട്ടം ആൾക്കാർ അവിടെ തമ്പടിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇത് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്ത് ഏത് ടൗണിൽ പോയി കഴിഞ്ഞാലുമുള്ള കാഴ്ചയാണ്. അതിൽ പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഇതുപോലെ നിൽക്കുന്ന ചില ആൾക്കാരുണ്ട്. അവർ തന്നെയാണ്, അതായത് അവരാണെന്ന് കരുതിയിട്ടാണ് ഇവർ പോയിട്ട് ഇതുപോലെ ചോദിക്കുന്നത്. അപ്പോൾ ചോദിക്കും ഇവർക്ക് ചോദിക്കാതിരുന്നൂടെ, അപ്പോഴും ചോദ്യങ്ങളുണ്ടല്ലോ, അങ്ങനെയുള്ള സ്ത്രീകൾക്ക് അവിടെ വന്ന് നിൽക്കാതിരുന്നൂടെ. പക്ഷേ പല ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി കാലങ്ങളിൽ ഇറങ്ങിയിട്ട് നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂട്ടം കുറ്റവാളികളായിരിക്കും ചിലപ്പോഴെന്ന് പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ പുറകിൽ അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു വലിയ സംഘം തന്നെ ഉണ്ടാകും. ഇങ്ങനെ വരുന്ന കള്ളും കഞ്ചാവും അടിച്ചു വരുന്ന ആൾക്കാരെ വശീകരിച്ച് പിടിച്ച് പിന്നീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടേതെല്ലാം കൊള്ളയടിക്കുന്നവരുണ്ട്. അവരെന്തെങ്കിലും ശബ്ദം വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവരെ കൊലപ്പെടുത്തുന്നവരുണ്ട്. കുറേ നാൾ മുമ്പ് നമുക്ക് എല്ലാവർക്കും അറിയാം കണ്ണൂരിൽ നിന്നും ഇതുപോലൊരു 3-4 ടീമിനെ പിടിച്ചിരുന്നു. അവരെ അതിൽ പിന്നീട് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വഴിയിൽ ലോറിയും ഇട്ട് കിടന്നുറങ്ങുകയായിരുന്ന
ഡ്രൈവറെ പോലും അവർ കൊലപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളാണ് ഓരോ രാത്രിയിലും ഓരോ നഗരങ്ങളിൽ സംഭവിക്കുന്നത്. ഇതൊറ്റപ്പെട്ട സംഭവമൊന്നുമല്ല. അതായത് എല്ലാ നഗരങ്ങളിൽ ചെന്ന് കഴിഞ്ഞാലും ഒരു 10-15 മിനിറ്റിനുള്ളിൽ തന്നെ എന്ന് പറഞ്ഞാൽ നിരവധി ആൾക്കാർ വരുന്ന സ്ഥലങ്ങളുണ്ട്. പ്രത്യേകിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ നഗരങ്ങളിൽ, ഇപ്പോൾ കൊച്ചിയിൽ പോയി കഴിഞ്ഞാലും കോഴിക്കോട് പോയി കഴിഞ്ഞാലും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ബസ് സ്റ്റാൻഡിൻ്റെ ഒരു ഓരം പറ്റി നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളോട് പോലും വന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ടാക്കും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ആണോ പെണ്ണ് എന്നൊന്നുമില്ല, എല്ലാവരെയും ഇതുപോലെ വന്നിട്ട് ചോദിക്കുന്ന ആൾക്കാർ നിരവധി ഉണ്ടാകും. അപ്പോൾ ഇതിന് എന്താണ് ഒരു ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇങ്ങനെയുള്ള ടീമുകളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്നും മാറ്റി നിർത്തുകയാണ് വേണ്ടത്. അതായത് ഒരുപാട് പേര് ഇതേപോലെ ബസ് സ്റ്റാൻഡിലും പിന്നെന്ന് പറഞ്ഞാൽ 8 മണി 9 മണി കഴിഞ്ഞാൽ ചില സ്ഥലങ്ങളിലെ ബസ് സ്റ്റാൻഡ് ആയി കഴിഞ്ഞാലും അതുപോലെ അതിനടുത്തുള്ള ഒഴിഞ്ഞ വീടുകൾ, ഒഴിഞ്ഞ പ്രദേശങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള ആൾക്കാരുടെ ഇതുപോലെയുള്ള സാമൂഹ്യ വിരുദ്ധരുടെ താവളം തന്നെയാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അത്രത്തോളം വിരുദ്ധത ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഏതായാലും ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥർ കണ്ട കാര്യം അതിപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന്ധ്രാപ്രദേശ് മാത്രമല്ല, ഒരുപക്ഷെ ഇന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളിലുമുള്ള ഒരുപാട് പേര് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ്. കാരണം ഇതുപോലെ നിന്ന് കഴിഞ്ഞാൽ കൃത്യമായിട്ടും മനസ്സിലാകും. പണ്ട് ഒരു തിരുവനന്തപുരത്ത് ഒരു പ്രധാനപ്പെട്ട പാർട്ടിയുടെ ഒരു നേതാവും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ രാജ്യസഭ MP-യുമായ ഒരു സ്ത്രീ ഇതുപോലെ നിന്നപ്പോഴേ ആ സ്ത്രീയോട് വന്ന് ആരോ ചോദിച്ചു എന്ന് പറഞ്ഞിട്ട് അവരാരോടോ പരാതി പറഞ്ഞപ്പോഴേ വേണമെങ്കിൽ പോയാൽ മതി എന്നുള്ള ഒരു മറുപടിയാണ് കിട്ടിയത്. അത്രത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ആൾക്കാർ ഇങ്ങനെ വന്ന് ചോദിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ കഴിയാത്ത പോലെയാണ്, എല്ലാവരും നിസ്സഹകരണത്തോട് കൂടിയിട്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. പലരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏരിയ അങ്ങനെയുള്ള ആൾക്കാർക്ക് വിട്ടുകൊടുത്തതുപോലെയാണ്. അതാണ് ആദ്യം നശിപ്പിക്കേണ്ടത്. അതായത് ഈ ഇരുട്ടുള്ള അല്ലെങ്കിൽ സിറ്റിയിൽ തന്നെയുള്ള ഒരു പ്രദേശം, ആ പ്രദേശത്ത് എന്ന് പറഞ്ഞാൽ രാത്രി കാലങ്ങളിൽ അങ്ങോട്ട് നമുക്ക് പോകാനേ കഴിയില്ല. അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ വളരെ ഭീകരമായ ആൾക്കാർ തന്നെയാണ്. കാരണം ഇതിൻ്റെ പുറകിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗം പടർത്തുന്നവരുണ്ട്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരേ സിറിഞ്ചുകൾ ഉപയോഗിക്കുന്നവർ, പിന്നെ എന്ന് പറഞ്ഞാൽ മയക്കുമരുന്ന് അടിക്കാൻ പോകുന്നവർ, ഇവരുടെയൊക്കെ ഒരു താവളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബസ് സ്റ്റാൻഡ് അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷൻ ഇങ്ങനെ കേന്ദ്രീകരിച്ചിട്ടുള്ള കാട് പിടിച്ച പ്രദേശങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് ഈ സ്ത്രീ സുരക്ഷയുടെ ഭാഗമായിട്ട് ഈ മേഡം പോയി നിന്നപ്പോഴും 40 പേര് വന്നു എന്നുള്ളത് ഒരു വലിയ അതിശയോക്തിയൊന്നും അല്ല, അതിൽ കൂടുതൽ വരേണ്ടതാണ്. എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞല്ലോ, ഈ വന്നവന്മാരുടെയൊക്കെ ബോധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ നിൽക്കുന്നതാണ്, അല്ലെങ്കിൽ ഇവരിങ്ങനെ പോകുന്നതാണ്. അതുകൊണ്ട് അവർ എത്ര പൈസ കൊടുക്കാനും തയ്യാറാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇതിൽ വിദ്യാർത്ഥികളെ കണ്ടപ്പോഴാണ് കൂടുതൽ ഞെട്ടിയത്. അതായത് എത്രത്തോളം വിദ്യാർത്ഥികളാണ് വരുന്നത്. അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ രോഗത്തിൻ്റെ പിടിയിലാകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെന്ന് പറഞ്ഞാൽ വരും തലമുറയെ തന്നെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടും അവിടുന്ന് വെട്ടിത്തെളിച്ച് ഇനി അങ്ങനെ ഒരു സംഭവം ഉണ്ടാകരുത് എന്നുള്ള ഇതിൽ അതായത് ഈ നഗരങ്ങളിൽ രാത്രി കാലങ്ങളിൽ വണ്ടി ഓടിക്കുന്ന ചില ടാക്സി അല്ലെങ്കിൽ ചില ഓട്ടോ ഇങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ നല്ല പങ്കുണ്ട്. അവരാണ് ചില സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ നഗരത്തിൽ രാത്രി കാലങ്ങളിൽ ശരിക്കും അഴിഞ്ഞാടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സംഭവവും ഉണ്ടാക്കിയെടുക്കുന്നത്. ആരെങ്കിലും ഒരാൾ റെയിൽവേ സ്റ്റേഷനിലോ ബസ് സ്റ്റാൻഡിലോ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു വണ്ടി കയറി കഴിഞ്ഞാൽ ചില ആൾക്കാരൊക്കെ ചോദിക്കുന്നത് വേണോ, അല്ലെങ്കിൽ ഇത് വേണോ അത് വേണോ എന്നുള്ള പ്രലോഭനങ്ങൾ തന്നെയാണ്. പലപ്പോഴും ചില ആൾക്കാരൊക്കെ അത് വീണുപോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ദുരിതങ്ങൾ അനുഭവിച്ച് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്നവർ വരെ ഉണ്ടാകും. അതുകൊണ്ടാണ് പറയുന്നത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ വളരെയധികം സൂക്ഷിക്കുക. ആണായാലും പെണ്ണായാലും. ഇതിപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീ ആയതുകൊണ്ട് പുരുഷന്മാർ മാത്രമേ വന്നുള്ളൂ എന്നാണ് പറയുന്നത്. പക്ഷേ ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ സ്ത്രീകളെ അന്വേഷിച്ച് സ്ത്രീകളും വരാം എന്നുള്ളതാണ്. നന്ദി, നമസ്കാരം.